ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റീസെറ്റ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം, കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ ഒരു ഡെയിലി വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ആപ്റ്റ് ആവുന്നത് എനിക്ക് തോന്നുന്നു റീസെറ്റ് വ്ളോഗ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം, അതായത് മാർച്ച്, ഭയങ്കര ഹെക്ടിക് ഡേയ്സ് ആയിരുന്നു. ആ 31 ദിവസങ്ങൾ പോയതേ ഞാൻ അറിഞ്ഞില്ല. മാർച്ച് എന്നാ വന്നതെന്ന് അറിയില്ല, മാർച്ച് എന്നാ പോയതെന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം എത്രത്തോളം ബിസി ആയിട്ടുണ്ടാകും ഞാൻ എന്നുള്ളത്. കാരണം ഈ മടിയൻ മല ചുമക്കുമെന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടല്ലോ, ആ ഒരവസ്ഥ ആയിരുന്നു എനിക്ക് വന്ന് പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു എന്നുള്ളതാണ്. മല ചുമക്കാനും എൻ്റെ ക്ലാസ്സിലുള്ള ബാക്കി പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വഴി പറഞ്ഞുതരാം. കോളേജിൽ ഇങ്ങനെ ഓരോ വർക്ക്സും കാര്യങ്ങളൊക്കെ തരും. അതായത് ഞങ്ങൾക്ക് പാറ്റേണിൻ്റെ റെക്കോർഡുണ്ട്, പോപ്ലിൻസൊക്കെ അടിക്കാനുള്ളത്, പിന്നെ ഇലുസ്ട്രേഷനിൽ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ കുറേ ഉണ്ട്. സ്കേർട്ട് 17 വരയ്ക്കാനുണ്ടായിരുന്നു. സ്കേർട്ട് വെറും സ്കേർട്ട് വരച്ച് വെച്ചാൽ പോരാ, അതായത് ക്രോക്കി വരച്ച് അതിൽ സ്കേർട്ട് വരയ്ക്കണം. പിന്നെ ക്രോക്കിമിൽ വെറും സ്കേർട്ട് മാത്രമായ പോലല്ലോ, മേലക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതും വരയ്ക്കണം. തലമുടിയൊക്കെ വരയ്ക്കാണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ 18 സിലോട്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-32 സാധനങ്ങൾ വരയ്ക്കാനുണ്ടായിരുന്നു. അതൊന്ന് പാറ്റേണിൻ്റെ റെക്കോർഡിലൊരു 5-6 പാറ്റേൺസ് ഉണ്ട്. അത് റെക്കോർഡ് എഴുതാനും വരയ്ക്കാനും വെട്ടി ഒട്ടിക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും എനിക്ക് മാത്രമല്ല കേട്ടോ, ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് തിയറിയുടെ എക്സാം ഫെബ്രുവരി 20 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി അതായത് പാറ്റേൺ, ഇല്ലസ്ട്രേഷന്, കമ്പ്യൂട്ടർ, അതിൻ്റെയൊക്കെ എക്സാം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നാളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. പിന്നെ ഒരു ദിവസം രാത്രിയാണ്, അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ എല്ലാ സാധനങ്ങളും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. നോട്ടിഫിക്കേഷൻ 2 എക്സാമും ഒരു ദിവസം, അതായത് ഇല്ലസ്ട്രേഷനും പാറ്റേണും. എൻ്റെ അമ്മയെ കൊട്ടയ്ക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതിൽ. ഇതെല്ലാം കൂടെ തലയ്ക്ക് മേലെ കയറ്റി വെച്ചിട്ട് എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ലായിരുന്നു അന്ന്. എന്നിട്ട് രാവിലെ തന്നെ ഞാൻ നേരത്തെ കാലത്ത്, അന്ന് നോമ്പാണ്, മറ്റേ നോമ്പിന് ഞാൻ 10-10 എണീക്കാനും. അന്ന് ഞാൻ 7:30 എണീറ്റ് പാപ്പൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ ഇന്നൊന്നും അങ്ങോട്ട് ആക്കി തരുമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് വെച്ചാൽ എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മറ്റന്നാൾ എക്സാമാണ്, കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ഉറങ്ങുന്നിടത്തുനിന്ന് എണീറ്റ് വന്നിട്ട് തുടങ്ങി ചീത്ത. നിങ്ങൾക്ക് അറിയില്ല ഇതൊന്നും ഇങ്ങനെ നീട്ടി വെക്കാൻ പറ്റില്ല, അവനാണ് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പം ചെയ്ത് വെച്ചാൽ എന്താ കുഴപ്പം, ഇപ്പം അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഒരു തലക്കുന്ന പപ്പയും ഒരു തലക്കുന്ന ഉമ്മയും. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം ഒരു ദിവസമേ കയ്യിലുള്ളൂ. ശനിയാഴ്ച എക്സാം, വ്യാഴാഴ്ച മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. വെള്ളിയാഴ്ച ഇതൊക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. ഞാൻ കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് രാവിലെ തന്നെ വന്ന് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പുള്ളി ഇരുന്ന് ചെയ്യില്ല. അപ്പോൾ പിന്നെ ഇവിടുന്ന് മദറിലോൻ്റെ വായന്ന് വേറെ ചീത്ത. അപ്പോൾ എന്താ ഇതൊക്കെ ഇങ്ങനെ നേരത്തെ കാലത്ത് ചെയ്ത് വെച്ചാൽ പോരെ, എന്തിനാ ഇങ്ങനെ പെൻഡിങ് വെക്കുക, ബ്ലാ പറഞ്ഞ് എല്ലാവരും ചീത്തോട് ചീത്തം. അതിൻ്റെ ടെൻഷൻ വേറെ. ഇനി ഇതൊക്കെ കൂടെ ചെയ്ത് തീർക്കാനുള്ള ടൈം കിട്ടുമോ എന്നുള്ള ടെൻഷന് വേറെ. അങ്ങനെ രാവിലെ 9:30 ഇരുന്നിട്ട് പുലർച്ചെ 4 മണി വരെ ഞാൻ ഇരുന്ന്, അതായത് ഊണില്ല ഉറക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. ഊണിൻ്റെ കാര്യം വേണ്ട, കാരണം നോമ്പാണ്, ഉറക്കമില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരുന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ക്ലാസ്സിൽ ചെന്നപ്പോൾ ഞാനാ താരം. കാരണം എൻ്റെ റെക്കോർഡ് കംപ്ലീറ്റ് ആയി, ഇല്ലസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി, എല്ലാം കംപ്ലീറ്റ് ആയി. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരുന്ന് മെനക്കെട്ടിരുന്ന് വരയ്ക്കുക ക്ലാസ്സിൽ. മറ്റേത് 3:30 വരുന്ന ക്ലാസ്സിന് 3 മണിക്ക് പോകുന്ന ആൾക്കാരെ എല്ലാവരും 5-5:30 വരെയൊക്കെ ഇരുന്ന് ഫുള്ള് വരയും കൊത്തും തന്നെ. അങ്ങനെ ഫുൾ എക്സാമിൻ്റെ തിരക്കും അതും ഇതൊക്കെ ആയിരുന്നു. പിന്നെ അതിൽ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ പോപ്ലിൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഒരു 37 ഉണ്ട്. ഇതിൻ്റെതൊക്കെ ആകെ 17 എന്തോ, അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഈ കൂട്ടം പറഞ്ഞ നാളെ ചെയ്യാം മറ്റന്നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടിച്ചാൽ അതിൻ്റെ പാറ്റേൺസ് മിസ്സ് കട്ട് ചെയ്ത് തരുന്നത് നമുക്ക്. അപ്പോൾ അത് വേറെ ആരുടെയും കയ്യിലായിരിക്കും. ആളിങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തത് അത് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. അങ്ങനെ കുറേ എണ്ണത്തിന് അളവില്ല, കട്ടിങ് ഇല്ല, തേങ്ങ മാങ്ങ ചക്ക എന്ന് പറഞ്ഞ പോലെ ആകെ പെട്ട്. തിങ്കളാഴ്ച ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് ഓരോന്നും 5 തവണ സ്റ്റിച്ച് ചെയ്ത് വരണമെന്ന് പറഞ്ഞു. അടുത്ത മഹാമാരി എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. എന്തായാലും ഊണില്ല ഉറക്കില്ല എന്ന് പറഞ്ഞ് അവസാനം പിന്നെയും കഷ്ടപ്പാട് തന്നെ. അതിനും പിന്നെ അടുത്ത എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഈ തയ്യൽ മെഷീനില്ല, എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഉമ്മയും ഉപ്പയും ജോലിക്കാരാണ്. പിന്നെ അനിയത്തി അവർക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ആരും വീട്ടിലുണ്ടാവില്ല ബേബിനെ നോക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാനും പറ്റില്ല. എന്നാൽ ഇത് അങ്ങോട്ട് പോവാം അങ്ങനെ അവിടെ നിന്നും ചീത്ത. അപ്പോൾ ഇതൊക്കെ നേരത്തെ അടിച്ച് ഇത് നിങ്ങൾക്ക് കഴിയുമ്പോൾ തന്നെ ചെയ്ത് വെച്ചൂടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത ചീത്ത.
അങ്ങനെ ഭയങ്കര എന്താ പറയുക ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അതായത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു 28 ദിവസങ്ങൾ വേണമെങ്കിൽ പറയാം. ഫസ്റ്റത്തെ ഒരു 4-5 ദിവസങ്ങൾ ഭയങ്കര ലാവിഷായിട്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ മാർച്ച് മാസം ഭയങ്കര അലങ്കോലപ്പെട്ടൊരു മാസമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ കഥ കേട്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. എന്നാലും വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലല്ലേ എന്തുകൊണ്ട് ഇത് റീസെറ്റ് വ്ളോഗ് ആയി എന്നുള്ളതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ മാർച്ച് മാസം ഭയങ്കര ബിസി ആയിരുന്നു. എൻ്റെ കുറേ കാര്യങ്ങൾ, അതായത് എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം താളം തെറ്റിപ്പോയി. കാരണം ഞാൻ ഉറങ്ങുന്ന സമയം ചിലപ്പോൾ 2 മണി 3 മണി 4 മണി ആ ഒരു സമയമായിട്ടുണ്ടാകും പുലർച്ചെ. കാരണം ഇതിരുന്ന് തയ്ക്കലും അതും ഇതും വെട്ടലും അളവുണ്ടാവില്ല. ആരുടെത്തേലും അളവുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഉണ്ടാവില്ല. പിന്നെ ഇത് പേപ്പർ സ്കെയിലൊക്കെ വെച്ച് വരച്ച് ഉണ്ടാക്കി അളവ് ഉണ്ടാക്കി എൻ്റെ അമ്മയെ ആലോചിക്കാൻ തന്നെ വയ്യ. ഭയങ്കര ഡിസാസ്റ്ററായിരുന്നു. അങ്ങനെ ഫൈനലി കഷ്ടപ്പാടിൻ്റെ ദിവസങ്ങൾ അവസാനിച്ചും ഇനി നല്ലൊരു മാസം, അപ്പോൾ നല്ലൊരു വരവേൽപ്പ് എന്നുള്ള രീതിക്കും ഒരു റീസെറ്റ് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും വീഡിയോയുടെ ആദ്യത്തിൽ പറയുന്ന കാര്യമാണ്, ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ട് എന്നാലും പറയുകയാണ്, ഇതുപോലത്തെ കോണ്ടൻറ്റ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ തലേ ദിവസം പ്ലാൻ ചെയ്ത് ടു ഡു ലിസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിന് ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ഒരു 3-4 ദിവസം അങ്ങനെ പോയി. അപ്പോൾ 5-ാം തീയതി ശനിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴാണ് ഞാൻ എൻ്റെ അതായത് ബാക്ക് ടു ട്രാക്ക് എന്നുള്ള ആ ഒരു ചിന്തൻ്റെ മനസ്സിലേക്ക് വന്നതും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് തോന്നിയതും. അപ്പോൾ ഞാൻ തലേ ദിവസം ഇതൊന്ന് ആലോചിച്ച് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തണം എന്നൊക്കെ വിചാരിച്ച് ടു ഡു ലിസ്റ്റ് അപ്പോൾ തന്നെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ട് കുറേ മാറ്റങ്ങളൊന്നുമില്ല, കുറച്ച് അതായത് ഞാൻ മുമ്പ് ചെയ്ത് വെച്ചിരുന്ന ആ പഴയ ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനത്തെ ഞാനിലേക്ക് ഒന്നും കൂടെ വീണ്ടും വരണമെന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഈ ഫെബ്രുവരി ആയിട്ടും ഞാൻ എൻ്റെ കുറേ കാര്യങ്ങൾ, അതായത് എൻ്റെ ഡെയിലി ഡയറി ഒന്നും ഞാൻ ഫുള്ള് എഴുതിയിട്ടില്ലായിരുന്നു. കുറേയൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർച്ചിൽ പിന്നെ എഴുതിയിട്ട് ബുള്ളറ്റ് ജേർണലും ചെയ്തിട്ടില്ല, ഡയറിയുമ്പോൾ തൊട്ടിട്ടേ ഇല്ല. കാരണം അതൊന്ന് ഫോളോ ചെയ്ത് പോകാനുള്ള ടൈമേ ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പ്രിൻറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ ഡ്രാമ ജേർണൽ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഡ്രാമത്തെ കുറച്ച് ഫോട്ടോസും, പിന്നെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ ജിബ്ലി പിക്ചേഴ്സ്. അപ്പോൾ പ്രിന്റ് ചെയ്യാൻ അവിടെ ഷീറ്റിൽ സ്പേസ് വന്നപ്പോൾ ഞാൻ ആ ഫോട്ടോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫോട്ടോഷോപ്പിൽ, അതായത് കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പിലാണ് സെറ്റ് ചെയ്യാറുള്ളത്. ഞാൻ ക്യാൻവ യൂസ് ചെയ്യാറില്ല, അധികം ഫോട്ടോഷോപ്പാണ്. അതായത് എനിക്ക് ഫോട്ടോഷോപ്പാണ് ഞാൻ ആദ്യം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അതാണ് ഒന്നുകൂടി ഈസി ആയിട്ട് ഇങ്ങനെ തോന്നാറ്. അപ്പോൾ ഞാൻ മുമ്പൊരു ഡ്രാമ ജേർണൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു 5-6 മാസം മുമ്പ്. അതൊരു കുഞ്ഞു ബുക്കായിരുന്നു. അന്ന് ഞാൻ ലാസ്റ്റായിട്ട് ഡ്രാമ കണ്ട് നിർത്തിയത് ഇപ്പോൾ റെയിൻ ഇൻ എസ്പാനെ മാക്സ്റ്റണോളും പിന്നെ ഏതൊരു ടർക്കിഷ് ഡ്രാമ ഉണ്ടായിരുന്നു, ഒരു എന്താ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ വേറെ ഏതോ 2 ഇംഗ്ലീഷ് ഡ്രാമയും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആ ജേർണൽ അതായത് തുടങ്ങുന്ന മുമ്പ് കണ്ടതായിരുന്നു. അതായിരുന്നു ഞാൻ ലാസ്റ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു 5-6 മാസത്തിന് ശേഷം ഞാൻ ഡ്രാമ എന്തോ തുടങ്ങി വെച്ചു, ഒരു അമേരിക്കൻ ഡ്രാമ കുറച്ച് കണ്ട്. അത് ഭയങ്കര ട്രെൻഡിങ് ആണ് സ്റ്റിൽ, പക്ഷെ ഞാനത് ഇപ്പോഴും കണ്ടു തീർത്തിട്ടില്ല. ഞാനത് പകുതി വെച്ചിട്ട് നിർത്തി. പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തായിരുന്നു, ഡൗൺലോഡ് ചെയ്ത എപ്പിസോഡ്സൊക്കെ. അപ്പോൾ അന്ന് ഞാൻ ജേർണൽ ഉണ്ടാക്കി വെച്ച്, പക്ഷേ എനിക്ക് അതിലോട്ട് ജേർണൽ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഒന്നെന്തോ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, മുമ്പ് എന്തോ കണ്ട ഒരു ഡ്രാമയുടെ ഫോട്ടോസ് വെച്ചിട്ട്, പക്ഷെ അതും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഈ ഒരു ഡ്രാമ തുടങ്ങുന്നത്. ഇത് റംദാൻ മാസമായിരുന്നു ഈ ഡ്രാമ എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ, ഫസ്റ്റ് ഫ്രോസ്റ്റ്. പക്ഷെ ഒരു 1-2 എപ്പിസോഡ് ഞാൻ കണ്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, നല്ല രസമായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഓവർ ക്രിഞ്ചായിട്ടുള്ള സീൻസൊന്നും അല്ല, ഭയങ്കര ഒരു കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡുള്ള സ്റ്റോറി പോലെയൊക്കെ തോന്നി എനിക്ക്. അപ്പോൾ ഞാനത് 2 എപ്പിസോഡ് റംദാൻ മാസം കണ്ട്, പിന്നെ ഞാൻ നിർത്തി. പിന്നെ എന്നെ റംദാൻ കഴിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ റംദാൻ കഴിഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ബാക്കി 30 എപ്പിസോഡ് ഇരുന്ന് കണ്ട് തീർത്ത്. ഭയങ്കര അടിപൊളി ഡ്രാമ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ഡ്രാമ ഭയങ്കര ട്രെൻഡിങ്ങിലുണ്ടായിരുന്നു തോന്നുന്നുണ്ട്, ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ അതായത് അപ്പോൾ ഞാൻ വീണ്ടും കാണാനുള്ളൊരു തുറയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എന്തായാലും റംദാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും അടിപൊളി ഡ്രാമയാണ്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതുപോലെ ഡ്രാമ ലവേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എപ്പോഴും ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതെന്നുള്ളൂ, കണ്ടു നോക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എൻ്റെ കയ്യിലൊരു പുതിയ ബൈൻഡർ ജേർണൽ ഉണ്ടായിരുന്നു. അത് സൈസ് ഞാൻ വിചാരിച്ചതിലേറെ കുറച്ച് വലുതാണ്. പിന്നെ എനിക്കത് എന്തിനാ ഉപയോഗിക്കണ്ടേ എന്നുള്ളതും ഒരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഡ്രാമ ജേർണലാക്കി മാറ്റാം. മറ്റേത് എൻ്റെ കയ്യിലുള്ളത് കുഞ്ഞായിരുന്നു, ഒരു DIY ആയിട്ട് ചെയ്തത് തന്നെ ആയിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസൊക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചു കുറച്ച് വലുതായിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ജേർണൽ എന്തിനേലൊക്കെ യൂസ് ചെയ്യണമല്ലോ, അപ്പോൾ ഇങ്ങനെ മാറ്റാം. മറ്റേത് വേറെ എന്തിനേലും കാര്യത്തിന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അനിയത്തിക്ക് കൊടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ ബൈൻഡർ ജേർണലിൽ പേജസ് ഇല്ലായിരുന്നു. അതന്ന് ഞാൻ വിട്ടു പോയതാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല തോന്നുന്നു പേജസ് ഇല്ലാത്തത്. പിന്നെ ഞാൻ പേജസ് ഓർഡർ ചെയ്യാനും മറന്നുപോയി. അപ്പോൾ എന്തായാലും ഇനി പേജസ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ജേർണലിന് വേണ്ടിയിട്ട് 2 ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 300 റുപ്പീസിന് ഒരു A4 സൈസിൽ വരുന്ന 2 ബുക്ക്.
നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ബുക്കാണ്. അതായത് പേജസ് അത്യാവശ്യം നല്ല GSM ഉണ്ട് തോന്നുന്നു, നല്ല തിക്നെസ് ഉണ്ട്. അതിൻ്റെ കവറാണെങ്കിലും ഭയങ്കര തിക്കായിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം പേജസും ക്വാണ്ടിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. A4 സൈസുമാണ്. എനിക്കെന്തോ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതായത് അൺബോക്സിങ് വീഡിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ആണല്ലോ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഞാൻ ബൂജോക്ക് വേണ്ടി മാറ്റി വെച്ചു, ഒന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെൻപാലത്തും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് പേജസ് അതൊന്ന് കയറിയെടുക്കാം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാറ്റി വെച്ചതായിരുന്നു. എന്തായാലും ഒരു പണിയില്ലാണ്ട് ഒരു തിരുപ്പല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് പേജസ് എടുത്തിട്ട് തൽക്കാലം ഒരു 4 പേജസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആവശ്യാനുസരണം പേജസ് അതൊന്ന് എടുത്ത് ഇങ്ങനെ ഇതിലേക്ക് ഒട്ടിക്കല്ല ഹോൾ ഇട്ടിട്ട് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം ഞാൻ അതിലത്തെ പേജസ്, ഇതിൻ്റെ സൈസ് എനിക്ക് അറിയാത്തത് കൊണ്ട് പേജസ് കീറിയിട്ട് ഞാൻ ആദ്യം അതുമ്മ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്ത് കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. സൈഡ് പോർഷനും പിന്നെ താഴെ നിന്നും കുറച്ച് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി. എന്നിട്ട് അതിൽ തന്നെ വെച്ചിട്ട് എവിടേക്കാണോ റിങ്സ് വരുന്നത് അവിടെ മാർക്ക് ചെയ്തിട്ട് പഞ്ച് കൊണ്ട് ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ 1-2 ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് പേജസ് എടുക്കാനോ നമുക്ക് ഇതിലേക്ക് വെക്കാനും പറ്റില്ല. അപ്പോൾ പേജസ് എടുത്തിട്ട് ഇനി അടുത്തത് അതായത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൈസിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് നോക്കിയപ്പോൾ സൈസ് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ടും സൈസ് കൂടുതലായിരുന്നു. പിന്നെ 3ാമത്തെ ട്രയൽ എന്താണത് സക്സസ് ആയി തോന്നുന്നുണ്ട്. ഞാൻ റിങ്സ് എവിടെയാണ് വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. കാരണം എൻ്റെ അടുത്തൊരു കുഞ്ഞു ജേണൽ ഉണ്ടായിരുന്നു. അവിടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ ഒരു കുഞ്ഞു വൈറ്റ് ജേണൽ, അത് ഞാൻ ഹോൾ ഇട്ടത് ഇതുപോലെ തെറ്റിയിട്ടുണ്ട് മീൻസ് അതായത് കുറച്ചും കൂടെ നീങ്ങിയിട്ട് വേണമായിരുന്നു ഹോൾ ഇടാൻ, എന്നാലും പേജസ് ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഞാനത് ചേഞ്ച് ചെയ്തിട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇനി അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ മാർക്ക് ചെയ്തത് കണ്ടില്ലേ, അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഹോൾ ഇട്ട് പോയാൽ മതി. പിന്നെ ഈ ഹോൾ പഞ്ച് നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ നാട്ടിൽ നിന്ന് ഏതോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചേ തോന്നുന്നുണ്ട്, 150 അങ്ങനെ എന്തോ റേറ്റ് വരുന്നത് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഇതെല്ലാം അതിൽ ഒന്ന് അതായത് റിങ്ങിലിട്ട് നോക്കണം സൈസ് കറക്റ്റ് ആണോ എന്നുള്ളത്. സൈസ് കറക്റ്റ് അല്ല എന്ന് എനിക്കറിയാം, കാരണം അടുത്ത ക്ലിപ്പിൽ എന്താ വരാൻ പോകുന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ പിന്നെയും അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ജേണലിന് കറക്റ്റ് സൈസ് ആക്കിയിട്ടല്ല, ജേണലിന് കുറച്ച് ചെറിയ രീതിക്കാണ്, അതായത് ജേണലിനേക്കാളും സൈസ് കുറച്ച് ചെറുതായിട്ടാണ് പേജസിൻ്റെത് കൊടുക്കുന്നത്. കറക്റ്റ് സൈസിന് കൊടുക്കുമ്പോഴെന്തോ ഭംഗിയില്ലാത്ത പോലെ ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ മാറ്റിയിട്ട് അതായത് ജേണലിനേക്കാളും ഒരു പടിക്ക് സൈസ് കുറച്ചിട്ടാണ് പേപ്പേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഡ്രാമ ജേണലിൻ്റെ കവർ പേജ് സെറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാൻ അതെങ്ങനെയാണ് എനിക്ക് ചെയ്യേണ്ടത്, ഞാൻ കുറേ ഇൻസ്പിറേഷൻസ് നോക്കി, പക്ഷേ എനിക്കൊന്നും സാറ്റിസ്ഫൈഡ് ആയില്ല ഞാൻ. അപ്പോൾ എൻ്റെ തല തന്നെ പ്രവർത്തിപ്പിക്കണം. അപ്പോൾ ഞാൻ ടൈം എടുത്തിട്ട് ചെയ്യാം. പിന്നെ ഈ ഡ്രാമ ജേണലിൽ ചെയ്യുന്നതിൻ്റെ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഈ ഒരു വ്ളോഗിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഈ ഒരു വ്ളോഗ് അത്യാവശ്യം 20 മിനിറ്റ്സ് അബോവ് ഉണ്ട്. നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ എന്താ പറയുക, അതും കൂടെ പിന്നെ ബുള്ളറ്റ് ജേണലിൽ ചെയ്യുന്ന സീൻസ് വരുന്നുണ്ട്, അതും ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നില്ല. അതൊക്കെ കൂടെ ഫുള്ളായിട്ട് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായാലും 1 അവറിൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാണ്ട് ഈ ഡ്രാമ ജേണലും പിന്നെ അതുപോലെ ഈ ഏപ്രിൽ മാസത്തെ ബുള്ളറ്റ് ജേണലും. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ ആയിപ്പോൾ ഡ്രാമ ജേണലൊക്കെ ചെയ്തിട്ട്, മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പ് പറയുമ്പോൾ വളരെ മുമ്പ്, ഇപ്പോൾ കുറേ ആയിട്ട് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ഒരു ജേണൽ. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, പിന്നെ എന്താ പറയുക ഐഡിയാസിന് ക്ഷാമം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ പിൻട്രസ്റ്റൊക്കെ നോക്കി, പക്ഷെ എനിക്കെന്തോ അങ്ങനെയൊന്നും, അതായത് നമ്മളൊന്നുകൂടെ ചെയ്ത് ട്രാക്കിൽ കയറുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. ഇപ്പം ഞാൻ എൻ്റെ ഐഡിയയൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡ്രാമ ജേണൽ വരുന്നത്. ഇനി ഇതിൻ്റെ കവർ പേജ് കൂടെ സെറ്റ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, പിന്നെ ചെയ്യാം. ഇതിലാണ് ഈ ജേണൽ ചെയ്യുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ പിറ്റേ ദിവസം അതായത് സൺഡേ ഞാനിരുന്ന് അത് ചെയ്തിട്ടില്ല, പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഇരിപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ പേജസ് ബൈൻഡർ ജേണലിൽ വരുന്നത്. ഇനി ഫോട്ടോസ് ഞാൻ അറേഞ്ച് ചെയ്ത് നോക്കുകയാണ്, എങ്ങനെ വെച്ചാലായിരിക്കും ഭംഗി, അതായത് ലേഔട്ട് ചെയ്യാനൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുമെന്ന് പറഞ്ഞില്ലേ. ഞാൻ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഞാനതൊന്ന് ചിലതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു 5 ഫോട്ടോസ് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എത്ര ആയിട്ടും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ഐഡിയ ഒന്നും വരുന്നില്ല. ഫീൽഡിലുള്ള പരിചയക്കുറവായിരിക്കാം. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പിന്നിലെല്ലാം നമ്മുടെ ഡബിൾ സൈഡ് ടാപ്സ് ഉണ്ടല്ലോ, അതായത് തിന്നായിട്ട് വരുന്ന ഡബിൾ സൈഡ് ടാപ്പ്, അതാണ് കേട്ടോ ടാക്കി ടാപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഒരു സ്റ്റിക്കിൻ്റെ മറ്റേ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടല്ലോ അങ്ങനത്തത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കോളേജിലേക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ, അതായത് ആ കൂടെ ഹറിബറി ആയപ്പോൾ ആ സ്റ്റിക്ക് മൊത്തം ഞാൻ അതിക്ക് ഒട്ടിച്ച് അതായത് പശമ്പിലൊന്നും കേട്ട് വരാനുള്ള ടൈമില്ലായിരുന്നു. അപ്പോൾ സ്റ്റിക്ക് ഒട്ടിച്ച് അത് മൊത്തം തീർന്നു പോയി. പിന്നെ ഇത് ചെയ്തപ്പോഴാണ് അത് ഞാൻ അങ്ങനെ തീർത്തല്ലോ എന്നുള്ള ഓർമ്മ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ടാക്കി ടാപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. എന്നാൽ വൃത്തിക്ക് നിൽക്കും ചെയ്യും, കൈമേൽ വൃത്തിയായിട്ടാവുകയും ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ ജിബ്ലി ഫോട്ടോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇത് ഞാനും എൻ്റെ ബേബിയും ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജല്ല മറ്റേ ബിഗ് ബെൻ അതിൻ്റെ അവിടെ ഇരിക്കുന്ന ഫോട്ടോ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഫോട്ടോസ്. ഞാൻ അതിൽ അങ്ങനെ അതായത് വൈറ്റ് ഷർട്ടും പിന്നെ ഒരു ബ്ലാക്ക് പാൻറ്റും പിന്നെ ഒരു ലോങ് ആയിട്ട് വരുന്നൊരു കോട്ട് പോലെ ആയിരുന്നു. എന്നിട്ട് അതിക്ക് ബാരറ്റ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് ഭയങ്കര ചൂടായിരുന്നു. അതിൻ്റെ ലണ്ടൻ വ്ളോഗ് കണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ചൂട് കാരണം പിന്നെ ഞാനൊരു കഫേയിൽ കയറിയിട്ട് വൈറ്റ് ഷർട്ടൊക്കെ ഊരിയിട്ട് അതിൻ്റെ താഴെ ഒരു ബ്ലാക്ക് ടീഷർട്ട് ഉണ്ടായിരുന്നു, അതുമ്മ മാത്രമായി. അപ്പോൾ ആ ഫോട്ടോസൊക്കെ എന്നെ ജിബ്ലി സ്റ്റൈലിലേക്ക് മാറ്റി വന്നപ്പോൾ ഭയങ്കര രസം. അതായത് ഞാൻ തന്നെ എന്തൊക്കെ ആയ പോലെ ഇങ്ങനെ തോന്നി, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാനതൊക്കെ അതായത് ചെറിയ സൈസിൽ പ്രിൻ്റ് ചെയ്തിട്ട് ഈ ആൽബത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഫോട്ടോ കൂടെ ഉണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ, അത് ഞങ്ങൾ സ്കോട്ട്ലാൻഡിൽ നിന്നൊരു ഫോട്ടോ ആയിരുന്നു. മാക്ബത്ത് ഹിലോക്ക് പറഞ്ഞിട്ടുള്ള അതായത് ഒരു റിസോർട്ട് പോലെ നമ്മൾ അവിടെ ആയിരുന്നു സ്റ്റേക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. അതിങ്ങനെ ജിബ്ലി സ്റ്റൈലിലേക്ക് മാറ്റി വന്നപ്പോൾ അടിപൊളി, ഭയങ്കര രസം, ഭയങ്കര ഇങ്ങനെ ആ ഒരു കാർട്ടൂൺ വൈബ് ഉണ്ടല്ലോ അതിനെ കിട്ടുന്ന പോലെ തോന്നിയത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ID കാർഡ് ഉണ്ടായിരുന്നു ടിമ്മിന്ന് വാങ്ങിച്ചത്. അതിൽ എൻ്റെ ഫോട്ടോ ഒന്നും വെക്കാനുള്ളതൊന്നുമില്ല. പിന്നെ ഇങ്ങനെ കൊറിയൻ പോപ്പ് അങ്ങനത്തെ ആൾക്കാരുടെ ഒന്നും ഞാൻ അത്ര K-pop ഫാൻ അല്ലാത്തതുകൊണ്ടും എനിക്ക് അങ്ങനത്തെ ആരെയും ഫോട്ടോ വെക്കാനില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ K-pop ഐഡൽസ് അവരുടെയൊക്കെ ഇങ്ങനെ വെക്കുന്നത് കാണാം. പക്ഷെ നമുക്കങ്ങനെ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്രാമ ഉണ്ടല്ലോ ആദ്യത്തെ മെയിൻ ലീഡും അതായത് പ്രോട്ടഗോണിസ്റ്റ് ഉണ്ടല്ലോ മെയിൽ പ്രോട്ടഗോണിസ്റ്റ് ആളുടെ ഫോട്ടോ വെച്ച്. കാരണം ആൾക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ക്യൂട്ടാണ്. ആളെ മാത്രമല്ല കേട്ടോ, ആ ഫീമെയിൽ പ്രോട്ടഗോണിസ്റ്റിനെ എനിക്ക് ഇഷ്ടമായി. ആൾ നല്ല അടിപൊളിയാണ്. ഫീമെയിൽ മെയിൻ ലീഡിൻ്റെ വേറെ ഡ്രാമാസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതായത് മെയിൽ പ്രോട്ടഗോണിസ്റ്റിൻ്റെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ആളുടെ വേറെ ഡ്രാമാസ് ഉണ്ട്, പക്ഷേ എനിക്ക് ആളുടെ എൻ്റെ ലുക്കും ഇതിലാണ് ഭയങ്കര ഇഷ്ടമായത്. അത് ഇത്ര ക്യൂട്ടും ഹാൻസം ഒക്കെ ആയിട്ട് ആളെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡ്രാമയിലാണ് തോന്നുന്നുണ്ട്. ആളുടെ പ്രീവിയസ് ഡ്രാമാസിലൊക്കെ കുറച്ച് റഫായിട്ടുള്ള വേറെ കൈൻഡ് ഓഫ് ലുക്സ് ഒക്കെയാണ്. എന്തായാലും എനിക്ക് രണ്ടുപേരെ ഇഷ്ടമായി, നല്ല ക്യൂട്ട് കപ്പിൾസ്. അത് ഈ ഡ്രാമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കും മനസ്സിലാവും. പിന്നെ അതായത് എനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നില്ല. ചില ഡ്രാമാസിൽ ഓവറായിട്ട് റൊമാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം അങ്ങനത്തെ ഒന്നുമില്ല. ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റോറി ലൈനിൽ പിന്നെ അത്ര എന്താ പറയുക, പൊതുവേ ചൈനീസ് ഡ്രാമാസിൽ അത്ര ഡീപ്പ് സ്റ്റോറി ലൈൻസ് ഒന്നും ഉണ്ടാവാറില്ല. അതായത് നമ്മൾ കൊറിയനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിക്കുള്ള സ്റ്റോറി ലൈൻസ് ഒക്കെ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ കാണാൻ രസമാണ്. ഞാൻ പൊതുവേ അതായത് ഡ്രാമനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഡ്രാമാസാണ്. അപ്പോൾ എന്തോ എനിക്ക് നല്ല ഇഷ്ടമായി, കുറച്ചൊരു സ്റ്റാൻഡേർഡുള്ള സ്റ്റോറി ലൈന്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഫോട്ടോസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കേക്കും അത് അവളുടെ ബർത്ത്ഡേക്കും അവൻ കൊടുക്കുന്നൊരു കേക്കായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കേക്ക്, ക്യൂട്ട് ആൻഡ് അസ്തറ്റിക് ആയിട്ടുള്ളൊരു കേക്ക്. അത് ഭയങ്കര ട്രെൻഡിങ് ഉണ്ടായിരുന്നു. പിന്നെ ആ കേക്ക് ഞാൻ കുറേ കേക്ക് പേജസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സെയിം കേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഞാൻ വിചാരിച്ച പോലെ അതായത് വെച്ച് കൊടുത്തിട്ട് ഭംഗി കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവൻ ആ കേക്ക് പിടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്, അത് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പേജസിന് വേണ്ടിയിട്ട് സൈഡ് പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നല്ലോ, ആ സാധനങ്ങളൊക്കെ ഉണ്ടോ അതൊന്നും ഞാൻ കളയുന്നില്ല, ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ ജേർണൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അടിപൊളിയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും ഇതിൽ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, ഇങ്ങനെ കുറച്ച് ക്ലിപ്സ് മാത്രമാണ് കാണിക്കുന്നത്. പക്ഷേ അതായത് ഇത് നമ്മൾ ഈ ഡ്രാമ ചാനൽ ചെയ്തിട്ട് എങ്ങനെയാണ് ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കാരണം ലാസ്റ്റിൽ നമ്മളത് കാണിക്കണമല്ലോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത്ര ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല, മിനിമലായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് അതായത് കുറേ കുതി നിറച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു, എൻ്റെ മൈൻഡിൽ അങ്ങനെ ആയിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള ഐഡിയ എൻ്റെ തലയ്ക്ക് വരുന്നില്ല. ഒരു മിനിമലായിട്ട് ചെയ്യാന്നുള്ളൊരു ഐഡിയ മാത്രമേ വന്നതുള്ളൂ. പിന്നെ കൂടുതൽ സമയം എനിക്ക് അതിന്മേൽ സ്പെൻഡ് ചെയ്യാനില്ല. കാരണം ഇതൊക്കെ കൂടെ ഞാൻ ഒറ്റ ദിവസം ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. അതായത് നാളെ ചെയ്യാം അത് നമ്മളിങ്ങനെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ നീണ്ടു പോകും. അപ്പോൾ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യേണ്ട, ഒറ്റ ദിവസം കൊണ്ട് തന്നെ കഴിയണ പോലെ ഒക്കെ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ഇത് വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു 10 മണിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. 4-4:30 വരെ ഷൂട്ടിങ് തന്നെയായിരുന്നു. അവസാനം എൻ്റെ ഫോണിൻ്റെ സ്പേസും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇപ്പം എൻ്റെ ഫോണിലത്തെ എല്ലാ ആപ്സും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇനി ഇത് സേവ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. 256 GB ആണുള്ളത്, അതിൽ 255 GB ആയിട്ടുണ്ട്. ഇനി ഈ വീഡിയോ ഞാൻ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ എനിക്കൊരു ഐഡിയ ഇല്ല. കഷ്ടപ്പാടാണ് സംടൈംസ്.
അപ്പം അങ്ങനെ ഞാൻ ഇതുപോലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് കോമെൻറ്റ് ചെയ്യുക. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്യുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണാൻ മനസ്സിലാക്കാം. കാര്യമായിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല, സിമ്പിളാണ്. പിന്നെ ഈ ഡ്രാമ കണ്ടിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യാം. കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞിട്ട് കോമെൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡ്രാമ ചാനൽ വരുന്നത്. ഇനി അടുത്തത് അതായത് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ ഓർഡറിൽ, അതായത് ടു ഡു ലിസ്റ്റിൻ്റെ ഓർഡറിലൊന്നല്ല കേട്ടോ ചെയ്ത് പോകുന്നത്. എനിക്ക് തോന്നിയ പോലെ ഇങ്ങനെ ഓരോ ക്ലിപ്സ് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്ത് പോയിരിക്കുകയായിരുന്നു. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ പോപ്ലിൻസും, അതായത് പാറ്റേണിൻ്റെ റെക്കോർഡ് വർക്കിനുള്ള പോപ്ലിൻസും. ഇതൊക്കെ നമ്മൾ വലിയ സൈസിലാക്കിയിട്ടും ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ റെക്കോർഡ് വർക്കിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളതാണ്. ഇതിലൊരു 17 ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, 37 ഉണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഇതൊക്കെ ഇനി തിങ്കളാഴ്ച കാണിച്ചു കൊടുത്ത് സൈൻ വാങ്ങിക്കണം. ഇനി 4 കൂടി സൈൻ വാങ്ങിക്കാനുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ കഴിഞ്ഞതാണ്. ഞാൻ കഴിയുന്നത് അപ്പോൾ പോയിട്ട് സൈൻ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ മിസ് എല്ലാവരെയും കൂടെ പിടിച്ച് എയർ കയറ്റും. സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വെള്ളിയാഴ്ചയായിരുന്നു ഈദിൻ്റെ മുമ്പ്. പക്ഷേ എല്ലാവരും പറഞ്ഞ് തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ പ്ലാൻ എടുത്തിട്ട് ഞങ്ങൾ തിങ്കളാഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ തിങ്കളാഴ്ച ഈദായി. പിന്നെ അടുത്ത തിങ്കളാഴ്ചയാണ് ഇനി ക്ലാസ്സിന് പോകുന്നത്, അതായത് ഇനി വരുന്ന തിങ്കളാഴ്ച, മറ്റന്നാളെ. അപ്പം ഇനി മിസ് എല്ലാവരും കൂടെ ഏറെ കയറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ മാത്രമല്ല, എല്ലാവരും കൂടെ ഉണ്ട്. ഞാൻ പോയി പിന്നിൽ നിൽക്കും, എല്ലാവർക്കും മുന്നിൽ നിന്ന് ചീത്ത കേട്ടിട്ട് വാങ്ങിയിട്ട് പോരാം. പിന്നെ എനിക്ക് 4 ഉള്ളൂ, ഇനിയുണ്ട് വേറെ കുറേ പേര്. അതായത് 10 20 കംപ്ലീറ്റ് ചെയ്ത് സൈൻ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. അപ്പം പിന്നെ നമ്മൾ കൈകാലം പിടിച്ചാൽ സൈൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ അണ്ടർ സ്കേർട്ടാണ് കേട്ടോ. പിന്നെ ഇത് മാക്സിയോ അങ്ങനെ എന്തൊക്കെയോ ആണ്. ഇത് ചുരിദാർ, പിന്നെ എന്തൊക്കെയുണ്ട്. ഇതൊക്കെ സ്ലീവ്സ് ആണ്, സെയിം ബോഡി പാർട്ട്, അതുമല്ല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ് ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല തോന്നും. ഞാനിതൊക്കെ ജസ്റ്റ് എണ്ണി നോക്കുക 37 ഇല്ലേ എന്നുള്ളത്. കാരണം അതായത് ടു ഡു ലിസ്റ്റിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 37 ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്താൽ നേരെ ബാഗിൽ കൊണ്ടുപോയിട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഓരോന്ന് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് മിസ്സായി കഴിഞ്ഞാൽ, എൻ്റെ ബേബിയൊക്കെ ഉള്ളത് ഇതൊക്കെ ഞാൻ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ ഒന്നും കാണില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് പോപ്ലിൻ എന്നുള്ളത്. ഇത് ഈ സെയിം കളർ തന്നെ വേണം നമ്മൾ 2 സമ്മിലും ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് റേറ്റ് കൂടിയ ക്ലോത്താണ് അത്, അതായത് പോപ്ലിൻ്റെ ക്ലോത്ത്. എന്തായാലും അതൊക്കെ ഇനി സെക്കൻഡ് സെം ഞാൻ കറക്റ്റായിട്ട് പോകുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇനി ഒന്നും ഞാൻ പെൻഡിങ്ങിൽ ഇട്ടില്ല. കാരണം ഇതൊക്കെ തീരായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ക്ലാസ്സിലുള്ളവരൊക്കെ ഇതിൻ്റെ കൂളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്താ ടെൻഷനില്ലാതെ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ ഒരു അസൈൻമെൻറ്റ് കൂടെ ഉണ്ടായിരുന്നു. അതായത് അവനവൻ്റെ എന്നല്ല, ഏതെങ്കിലും ഒരു അളവിൽ നമ്മളൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം. അത് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഏപ്രിൽ മാസത്തെ ബുള്ളറ്റ് ജേണലാണ് കേട്ടോ. ഇത് ഒറ്റ പേജിലുള്ളൂ ഈ ഒരു ബൂജോ സെറ്റപ്പ് വരുന്നത്. മാർച്ച് മാസത്തെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഫെബ്രുവരി കഴിഞ്ഞ് നേരെ ഏപ്രിലിലേക്കാണ് ചാടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലെല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് നമ്മുടെ കീക്കി ഡെലിവറി സർവീസിൻ്റെ കീക്കി ആ ഒരു തീമിൽ ചെയ്യാമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. കാരണം വേറെ തീമൊന്നും എനിക്കിങ്ങനെ ആലോചിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ തീമിൽ തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒറ്റ A4 സൈസ് ആയതുകൊണ്ടാണ് കേട്ടോ ഒറ്റ പേജിൽ തന്നെ കൊണ്ടത്. പിന്നെ കുറച്ച് സ്പ്രെഡ്സ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ ഗോൾസ്, ഹാബിറ്റ്സ്, ബഡ്ജറ്റ്, വിഷ് ലിസ്റ്റ്, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡും അങ്ങനെ കുറച്ച് സ്പ്രെഡ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം ടു ഡു ലിസ്റ്റൊക്കെ ആഡ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ടു ഡു ലിസ്റ്റിന് വേണ്ടി ഞാൻ വേറൊരു ബുക്കായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് 2025 തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു, അതായത് പ്രെപ്പിംഗ് ഫോർ 2025 ഭാഗമായിട്ട് ചെയ്തതായിരുന്നു ആ ഒരു ടു ഡു ലിസ്റ്റിൻ്റെ ബുക്ക്. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കായിരുന്നു കേട്ടോ. കാരണം ഡെയിലി ടു ഡു ലിസ്റ്റ് എഴുതുന്ന ആളാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചത് ആ ബുക്ക് കണ്ട് എടുത്താൽ മതി, ഓരോ കാര്യങ്ങൾ എഴുതാനും വെട്ടും കുത്തും എല്ലാവരും, അതായത് മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആ ഒരു ബുക്ക്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു, ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക്. അതിൻ്റെ ആ ബുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ബുള്ളറ്റ് ജേണൽ ഞാൻ എഴുതിയപ്പോൾ അതായത് ആദ്യം പെൻസിൽ കൊണ്ട് ഓരോന്നിൻ്റെ ഹെഡിങ്സ് കൊടുത്തിട്ട് പിന്നെ അത് കളർ കൊടുത്തു കഴിഞ്ഞ് മായ്ച്ചതിൻ്റെയൊക്കെ ഓരോ പൊട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ബ്രഷ് ടിമോന്ന് ഓർഡർ ചെയ്തപ്പോൾ എന്നെ പറ്റിച്ചതാണെങ്കിലും എനിക്ക് യൂസ്ഫുൾ ആണ് സാധനം. സത്യം പറഞ്ഞാൽ വൈറ്റ് ഡെസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് എൻ്റെ കയ്യിലൊരു ബ്രൗൺ ഡെസ്ക് ഉണ്ട്, അതുമല്ലാണ് ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ റൂമിലുള്ളത് 2 വൈറ്റ് ഡെസ്ക് തന്നെയാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ വെച്ചാൽ കുഴപ്പമില്ല, ഓക്കെ. പിന്നെ റോഡ് സൈഡിൽ വീടായതുകൊണ്ട് ഇങ്ങനെ പൊടിയുടെ ശല്യം നല്ല ഉള്ളതുകൊണ്ട് ഇങ്ങനെ വിൻഡോസൊക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിയും കാര്യങ്ങളും ഉണ്ടാകും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിങ്ങനെ നമ്മൾ തട്ടിയും തൂത്തും കൊടുക്കണം എല്ലാതും, വേറെ അങ്ങനെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ അപ്പൂപ്പ പരിപാടികൾക്കൊക്കെ ഒന്ന് യൂസ് ചെയ്തത്. വൈറ്റാണ്, ശ്രദ്ധ വേണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ, അതായത് ഞാൻ മറ്റേ കട്ടിങ് മാറ്റ് ഉണ്ടല്ലോ ഗ്രീൻ കളറിൽ കണ്ടിട്ടില്ലേ, അതിൻ്റെ A4 സൈസ് ഉണ്ട്, A4 അല്ല A3 സൈസ് ഉണ്ട് എൻ്റെ കയ്യിൽ.
അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടായിരിക്കും ചെയ്യുക. എന്നാൽ പിന്നെ മാറ്റ് കഴുകി വെച്ചാൽ മതി. അപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ ശ്രദ്ധ വേണം. പിന്നെ ഇല്ലുസ്ട്രേഷനിൽ ഞാൻ പറഞ്ഞില്ല, എക്സാമിൻ്റെ തലേന്ന് കുറേ ചിത്രങ്ങൾ വരച്ച് തീർക്കാണ്ടായപ്പോൾ ആ കൂടെ കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തപ്പോഴേ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ അടുത്ത് ചെയ്യുന്നത് ഒരു ബാന്ധന സെറ്റ് ചെയ്യാണ് കേട്ടോ. ഈ ക്ലോത്താണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡ്രസ്സ് നമ്മൾ അടിച്ച് ഡിസ്പ്ലേ ചെയ്യണം, അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നൊന്നും. അപ്പം ഞാൻ ഈ അജ്രക് പ്രിൻറ്റിലുള്ള ക്ലോത്ത് ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്തായാലും കഷ്ടപ്പെട്ട് അടിക്കുകയാണ്. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട്, ഒരു ദിവസം രാത്രി, അതായത് രാത്രി 2:30 പാറ്റേൺ വരച്ച് പേപ്പറിൽ കട്ട് ചെയ്ത് ക്ലോത്തിലൊക്കെ കട്ട് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം ഇരുന്നിട്ട് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് 2 ദിവസം കൊണ്ട് ഞാൻ എൻ്റെ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. ബാക്കി പിള്ളേരൊക്കെ എന്നെക്കാൾ മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും അതായത് വെള്ളിയാഴ്ച സബ്മിറ്റ് ചെയ്യണം പറഞ്ഞ സാധനം ഞാൻ ബുധനാഴ്ച സബ്മിറ്റ് ചെയ്തു. അതായത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ എനിക്ക് ചെയ്ത് തീർക്കണം. അപ്പോൾ അതുകൊണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതായത് കുറേ പെൻഡിങ് വന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് പെൻഡിങ് ഇടാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ അളവിനാണല്ലോ നമ്മൾ അടിക്കുന്നത്. അപ്പം എനിക്കിങ്ങനത്തെ ദേശി പ്രിൻസ് അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ദേശി ഔട്ട്ഫിറ്റ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അജ്രക് പ്രിൻറ്റിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇടും ചെയ്യാം. ഒരു കോഡ് സെറ്റായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇടും ചെയ്യാം, പിന്നെ അനിയത്തിക്കും ഇടാം, അവളും ഭയങ്കര ദേശീയ ഔട്ട്ഫിറ്റിൻ്റെ ആളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 4.5 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ട്രൈറ്റ് പാൻറ്റും പിന്നെ ഒരു ഷോർട്ട് കുർത്തി അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടിൽ ആലിയ കട്ടൊക്കെ കൊടുത്തിട്ട്. പക്ഷേ ആലിയ കട്ട് അത്ര ആലിയ കട്ട് ആയിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതിൽ കുറച്ച് ക്ലോത്ത് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി വന്ന ക്ലോത്ത് കൊണ്ട് എൻ്റെ ട്രൗസർ അടിച്ച് ഞാൻ, പിന്നെ ഉണ്ട് ക്ലോത്ത് ഒരുപാട് നല്ല അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് കുറേ ഉണ്ട്. പണ്ടൊക്കെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ പേപ്പേഴ്സും, അതായത് ലെഫ്റ്റ് ഓവേഴ്സ് ഒക്കെ എടുത്ത് വെക്കും. അതൊരു നല്ല ഹാബിറ്റാണോ ചോദിച്ചാൽ ആണ്, ബാഡ് ഹാബിറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഡ് ഹാബിറ്റാണ്. അത് ഇത്രയും കാലം പേപ്പേഴ്സിൻ്റെ കാര്യത്തിലേ ഉള്ളായിരുന്നു. ഇപ്പോൾ അത് ഈ ഡിസൈനിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയപ്പോൾ ഇപ്പോൾ ക്ലോത്തിലും തുടങ്ങിയിട്ടുണ്ട് പരിപാടി. അതായത് ലെഫ്റ്റ് ഓവർ പീസസ് കളയാനൊരു മടിയും, ഇതെന്തിനെങ്കിലൊക്കെ ഉപയോഗിച്ചൂടെ, അങ്ങനെ ഒരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും, അതായത് ഇതുകൊണ്ട് ഇനി ഒരു കാര്യമില്ലാന്ന് തോന്നുന്ന കുറച്ച് പീസസ് മാത്രമേ ഞാൻ ബിന്നിക്ക് ഇട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാതും എൻ്റെ കയ്യിൽ മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലത്, അതായത് ഞാൻ പറഞ്ഞില്ല, ട്രൗസർ അടിച്ച് 2 എണ്ണം സെയിം ഡിസൈൻസ് തന്നെ വരുന്നത്. പിന്നെ കുറച്ചിങ്ങനെ നീളത്തിലുള്ള പീസസൊക്കെ സ്ക്രഞ്ചീസ് അടിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിങ്ങനെ സ്റ്റൈൽ ചെയ്യാനും, അതായത് ഞാനിങ്ങനെ കൗറേഷ്യൽസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിലൊരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഉണ്ട്, അതായിരുന്നു അതൊക്കെ പെയർ ചെയ്യുക. അതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫാഷൻ ഡിസൈനർ ആകുമ്പോൾ നമുക്ക് ഫോർകാസ്റ്റ് വേണം. അപ്പോൾ അതൊക്കെ വിചാരിച്ച് ഞാൻ ആ ഒരു അജ്രക് പ്രിൻ്റ് ഇങ്ങനത്തത് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലേക്ക് നമ്മൾ ഷോള് ഇടുന്നതിനേക്കാളും ഭംഗി ബാന്ധന തലയിലിടുന്നതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ എലാസ്റ്റിക് വെച്ചിട്ട് വരുന്ന ബാന്ധന ഉണ്ടല്ലോ, അങ്ങനത്തത് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ ഇതിൽ കുറച്ച് പീസസ് ബാക്കി ഉണ്ട്, അതായത് ബാന്ധന ചെയ്യാനുള്ള പീസസ് ഉണ്ട്. ഞാൻ അറിയാണ്ട് ഒരു ബോഡി പാർട്ടും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഫോൾഡ് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാത്ത കുറച്ച് പീസസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ബാന്ധനയ്ക്കുള്ള, അതായത് നമ്മളിങ്ങനെ തലയിൽ വെക്കുന്ന ആ ഒരു പീസും, ഇനി അതിൻ്റെ ബാൻഡ് വരുന്ന പീസ് ഉണ്ട് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള. അപ്പോൾ അതിനുള്ളതാണ് കേട്ടോ ഈ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മെഷറിംഗ് ടാപ്പും ഇതിൻ്റെ ഫേവറേറ്റ് മെഷറിംഗ് ടാപ്പാണ് കേട്ടോ. ഇത് ഞാൻ ടിമൂന്ന് അന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായതായിരുന്നു. നാട്ടിലത്തെ മെഷറിംഗ് ടാപ്പിലാണ് ഞാൻ കോളേജിലത്തെ കാര്യങ്ങൾ ചെയ്ത് 1-2 ദിവസം കൊണ്ടുപോയി. പിന്നെ എനിക്കത് ബാഗിൽ നിന്ന് എടുക്കാനൊരു അതായത് വൃത്തികേടാവുമോ എന്നുള്ളൊരിത്, കാരണം ആ കൂടെ പെന്നും പെൻസിലും കളറൊക്കെ കൂടെ ഉണ്ടാവും ബാഗിൽ. പിന്നെ ഞാൻ വിചാരിച്ചത് കൊണ്ടുപോകണ്ട, കോളേജിൽ സാധാ ടാപ്പ് തന്നെ നല്ലത്. വീട്ടിലിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സന്തോഷം കിട്ടാനും ഇങ്ങനത്തെ ടാപ്പൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, കാരണം ഇനി എൻ്റെ വീട്ടിൽ പോകുമ്പോഴേക്കും ഇത് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് തലയിൽ ഇട്ടിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ മൊത്തം ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാവോ എന്ന് എനിക്കറിയില്ല, എനിക്കെന്തായാലും ഇഷ്ടമായി. അങ്ങനത്തെ കുർത്താസ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പിന്നെ തലേ ദിവസം ഇരുന്നിട്ടാണല്ലോ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസൈൻ മതി എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതായിരുന്നു അത്. പിന്നെ ഡിസ്പ്ലേ ചെയ്തപ്പോൾ പിള്ളേരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാനും എന്താ പറയുക, സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് വരുന്നത്. ഇങ്ങനെ ഞാൻ ഫ്രണ്ടിൽ ആലിയ കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ, അതായത് മുകൾക്ക് ഇങ്ങനെ ഒരു കോൺ, അതായത് സെൻറ്ററിലൊരു കോണ് വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ആലിയ കട്ട് വരുന്നത്. പക്ഷെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ വേറെ എന്തൊക്കെ ആയിപ്പോയി. കുഴപ്പമില്ല. പിന്നെ രാത്രി ഉറക്കഭ്രാന്തിലാണ്. അതുപോലെ ഞാൻ ഈ കൗറേഷ്യൽസൊക്കെ കയ്യിൻ്റെ അവിടെയൊക്കെ കൊടുക്കുന്നതും, പിന്നെ അവിടെ താഴെയൊക്കെ ഡിസൈൻസ് ഇതൊക്കെ കൊടുക്കുന്നത്. താഴെയും, അതായത് കുർത്തയുടെ താഴെയും ഈ കൗറേഷ്യൽസ് കൊടുത്തിട്ടുണ്ട്. ഈ കൗറേഷ്യൽസ് കിട്ടാൻ വേണ്ടി ഞാൻ പെരിന്തൽമണ്ണ അങ്ങാടി കുറേ തിരഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെ നീ കിട്ടില്ല. അവസാനം അനിയത്തിയുടെ ഒരു മാല ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ചിട്ടാണ് ഞാൻ അത് വെച്ചത്. അവള് ഞാൻ പറഞ്ഞല്ലോ ദേശീയ വൈബ്, ഇങ്ങനെ ബീച്ച് വൈബ്, അങ്ങനത്തെ അതൊക്കെ ഇഷ്ടമാണ്. എല്ലാ വൈബും അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അവൾ കുറച്ചുകൂടെ പഴകിയിട്ടുണ്ടായിരുന്നു. അതായത് അവൾ 2-3 തവണ യൂസ്
യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചെയിൻ. ഞാൻ പിന്നെ യൂസ് ചെയ്യാത്തത് കൊണ്ട് എൻ്റെ പൊട്ടിക്കാൻ എനിക്കൊരു മടി. അപ്പോൾ അവൾ പറഞ്ഞു ഇത് ഈ പൊട്ടിച്ചാൽ ഞാൻ ഇത് ഇടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനത് പൊട്ടിച്ചിട്ടും കയ്യിലും താഴെയും കൊടുത്ത് 20 പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വരുന്നത്. പിന്നെ ഇതിൽ ഏകദേശം കാണിച്ചല്ലോ എങ്ങനെയാണ് ബാന്ധന തലയിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.